പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് ആനി. ഞാൻ ആലപ്പുഴയിലെ ചെത്തിയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ മോൾ അതുല്യ. എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ സാക്ഷ്യം പറയുവാൻ വേണ്ടി നിൽക്കുന്നത്. ഞാൻ 2023 ഒക്ടോബർ 2-ാം തീയതിയാണ് ആദ്യമായി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുക്കുവാനുണ്ടായ കാരണം എൻ്റെ മോൾക്ക് നട്ടെല്ലിന് താഴെ ഒരു തടിപ്പ് കാണപ്പെടുകയുണ്ടായി. അത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് MRI സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ വേര് ഒത്തിരി ആഴത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നും അത് മലദ്വാരം വരെ ആയിട്ടുണ്ടെന്നും ഡോക്ടർ പറഞ്ഞു. അതുകൊണ്ട് മേജർ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. 2024 ഏപ്രിൽ 12-ാം തീയതി അവളുടെ ഓപ്പറേഷൻ കഴിഞ്ഞു. 11 ദിവസം മോൾ ICUവിലായിരുന്നു. ഒന്ന് എഴുന്നേറ്റിരിക്കുവാനോ നടക്കുവാനോ നിവർന്ന് കിടക്കുവാനോ പോലും വയ്യാത്ത അവസ്ഥയിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അവൾ അനുഭവിച്ചു. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ മാതാവിനോട് പ്രാർത്ഥിച്ചു. ബയോപ്സിയുടെ റിസൾട്ട് വരുമ്പോൾ അവൾക്ക് ഞങ്ങൾ ഭയപ്പെടുന്ന തരത്തിലുള്ള ഒരസുഖവുമായിരിക്കല്ലേ എന്ന് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി ബയോപ്സിയുടെ റിസൾട്ട് വന്നു. ബയോപ്സിയിൽ അവൾക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഓപ്പറേഷൻ ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും അതേപോലത്തെ തടിപ്പ് ആ ഭാഗത്ത് കണ്ടു. എൻ്റെ മോള് മാനസികമായി ശാരീരികമായും ആകെ തകർന്നുപോയി. കാരണം ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങിയതേ ഉള്ളൂ. ഞങ്ങളാകെ വിഷമിച്ചു. കൃപാസനത്തിൽ വന്നു. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കണ്ടു. അച്ഛൻ്റെ ബ്ലെസ്സിങ്സിലൂടെ അച്ഛൻ സൈത്ത് പൂശി അവളുടെ നട്ടെല്ലിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ വീട്ടിൽ പോയി ഉടമ്പടി തൈലവും പുരട്ടിക്കൊടുക്കുകയും ഉടമ്പടി ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അവിടെ ഒഴിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഒരാഴ്ച പോലും എടുത്തില്ല. ആ മുറിവ് പൂർണ്ണമായും കരിഞ്ഞ് അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായതായിട്ട് പോലും അവിടെ കാണുന്നില്ല. അങ്ങനെ അതിൻ്റെ പേരിൽ പിന്നീട് ഹോസ്പിറ്റലിൽ എൻ്റെ മോളെ കൊണ്ടുപോകാൻ മാതാവ് ഇടവരുത്തിയില്ല. മാതാവ് പൂർണ്ണ സൗഖ്യം നൽകി അവളെ അനുഗ്രഹിച്ചു. പിന്നെ എൻ്റെ 2ാമത്തെ സാക്ഷ്യം, എൻ്റെ മോള് നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ്. ആന്ധ്രയിലാണ് പഠിക്കുന്നത്. അവിടെ വെച്ച് അവൾക്ക് കടുത്ത പനിയുണ്ടായി. 3 ദിവസം ആന്ധ്രയിൽ ആശുപത്രിയിലായിരുന്നു. ഞങ്ങൾ അവളെ പോയി അവിടുന്ന് കൊണ്ടുവന്ന് ഇവിടെ വണ്ടാനം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അവൾക്ക് തുടരെ മരുന്നുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ 3 മണിക്കൂർ ഇടവിട്ട് പനിയുടെ തീവ്രത വർദ്ധിക്കുകയാണ്. 104-105 ഡിഗ്രി പനിയാണ്. ടെസ്റ്റുകൾ ചെയ്തപ്പോൾ അവൾക്ക് മഞ്ഞപ്പിത്തം ലിവറിനെ ബാധിച്ചു. ടൈഫോയിഡ് ഹൈ ലെവലായിരുന്നു. വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരുന്നു. 7 ദിവസമായപ്പോൾ വണ്ടാനത്തെ ഡോക്ടർ വന്ന് ഞങ്ങളോട് പറഞ്ഞു, അവളുടെ സ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഞാൻ റെഫർ ചെയ്യുകയാണ്. നിങ്ങൾ ആംബുലൻസിൽ തന്നെ കൊച്ചിനെ അവിടെ എത്തിക്കണം. ഒട്ടും താമസിക്കരുത്, പെട്ടെന്ന് തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ വന്നു. അപ്പോൾ കൊച്ച് തീർത്തും സംസാരിക്കുവാൻ പോലും ആവതില്ലാതെ ആകെ അവശതയിലായിരുന്നു. അവൾ സംസാരിക്കുന്ന ഒരു കാര്യമേ ഉള്ളൂ, ഞാനിവിടെ കിടന്ന് മരിച്ചു പോകും, എനിക്ക് വീട് കാണുവാൻ സാധിക്കുകയില്ല, ഞാൻ മരിച്ചു പോകും എന്നല്ലാതെ വേറൊന്നും എൻ്റെ മോള് സംസാരിക്കുന്നില്ല. ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലെത്തി. അവളെ ICUവിൽ പ്രവേശിപ്പിച്ചു. ഡോക്ടർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മരുന്നിനോട് പ്രതികരിക്കാഞ്ഞിട്ടാണ് കൊച്ചിനെ വണ്ടാനത്ത് നിന്ന് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾക്കും ഒരു കാര്യമേ പറയാനുള്ളൂ, മരുന്നിനോട് അവൾ റിയാക്ട് ചെയ്താൽ മാത്രമേ അവളുടെ കാര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷ വയ്ക്കാവുള്ളൂ. കാര്യം മരുന്നിനോട് അവൾ പ്രതികരിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. കാര്യം ആന്തരിക അവയവങ്ങളെല്ലാം പ്രവർത്തനരഹിതമായിക്കൊണ്ടിരിക്കുകയാണ്. മഞ്ഞപ്പിത്തം കടുത്തത് മൂലം അവളുടെ ലിവറിന് വലിപ്പം കൂടുതൽ കാണിക്കുന്നു. അത് ടൈഫോയിഡിൽ നിന്നാണോ മഞ്ഞപ്പിത്തത്തിൽ നിന്നാണോ എന്ന് പോലും അവർക്ക് സംശയം. മരുന്നേൽക്കുന്നില്ല. ഞാൻ ICUവിൽ കയറി. എൻ്റെ ഉടമ്പടി തൈലവും ഉടമ്പടി കാശ് രൂപവുമായി ഞാൻ ICUവിൽ കയറി. എൻ്റെ മോളുടെ നെറ്റിയിലും ശരീരം മുഴുവനും ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പുരട്ടി. ഉടമ്പടി കാശ് രൂപം അവളുടെ ബെഡിൻ്റെ താഴെ വെക്കുകയും ചെയ്തു. ഞാൻ എൻ്റെ മാതാവിനോട് പറഞ്ഞു, പരിശുദ്ധ അമ്മേ, എൻ്റെ മോളെ എനിക്ക് തിരികെ ജീവനോടെ തരികയാണെങ്കിൽ ഞാൻ അവളുമായി വന്ന്
കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറഞ്ഞുകൊള്ളാമെന്ന് നേർന്നു. ഡോക്ടർ പറഞ്ഞ രണ്ടാമത്തെ ദിവസം തന്നെ എൻ്റെ മോള് മരുന്നിനോട് റിയാക്ട് ചെയ്യുവാൻ തുടങ്ങി. അവളുടെ പനിയുടെ നില 103 നിന്ന് 102, 101 അങ്ങനെ കുറയുവാൻ തുടങ്ങി. മരുന്നിനോട് അവൾ പ്രതികരിക്കുന്നതിൻ്റെ ലക്ഷണമാണിതെന്ന് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു. ഇങ്ങനെ ഞാൻ വിഷമിച്ച് ബോൺമാരോ ടെസ്റ്റൊക്കെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ വിഷമിച്ച് അവളുടെ മുറിയുടെ വാതിക്കലിരിക്കുമ്പോൾ ഒരു യുവതി, നല്ല സുന്ദരിയായ ഒരു യുവതി എൻ്റെ അടുത്ത് വന്ന് എന്നോട് ചോദിച്ചു. ഞാനുമായിട്ട് ഒരു പരിചയവുമില്ല, ആദ്യമായിട്ട് കാണുകയാണ്. എന്താണ് ഇത്രയും വിഷമിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. ഞാനെപ്പോൾ എൻ്റെ മോളുടെ വിഷമങ്ങളെല്ലാം, അവളുടെ ആ അസുഖത്തിൻ്റെ കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, പേടിക്കുകയൊന്നും വേണ്ട, അവൾക്കൊരു കുഴപ്പവും ഉണ്ടാവുകയില്ല, എനിക്കൊന്ന് അവളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഈ ജനലിൻ്റെ സൈഡിൽ കൂടെ മാത്രമേ അവളെ കാണാൻ പറ്റത്തുള്ളൂ, എൻ്റെ കൂടെ വാ, ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ ജനലിൻ്റെ സൈഡിൽ കൂടെ ആ ചേച്ചി അവളെ കണ്ടു. എന്നിട്ട് എന്നോട് പറഞ്ഞു, അവൾ ഒത്തിരി മെലിഞ്ഞു പോയില്ലേ, ഇതിനു മുമ്പ് അവളെ കണ്ടിട്ടില്ല, എന്നെ കണ്ടിട്ടില്ല, പക്ഷേ ആ സമയത്ത് എൻ്റെ മോൾ ശരിക്കും മെലിഞ്ഞ് എന്തോ വേറൊരു രൂപത്തിലായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, വിഷമിക്കേണ്ട, അവളുടെ അസുഖങ്ങളെല്ലാം മാറും, സന്തോഷത്തോടെ ഇരുന്നു. ഞാൻ കൃപാസനത്തിലൊരു കാശ് രൂപം തരാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിലൊരു കാശ് രൂപവും തന്നു. അവളെ കണ്ട് ആ ജനലിൽ കൂടെ ടാറ്റായും കൊടുത്തു പോയി. ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. പക്ഷേ പിന്നീട് ബോൺമാരോ ടെസ്റ്റൊന്നും ചെയ്യേണ്ടി വന്നില്ല. പിന്നീട് ചെയ്ത ടെസ്റ്റ് റിസൾട്ടെല്ലാം നോർമലായി വന്നു. എൻ്റെ മോൾ മരുന്നിനോട് പ്രതികരിച്ചു. അവളുടെ അസുഖമെല്ലാം പതുക്കെ പതുക്കെ കുറയുവാൻ തുടങ്ങി. പരിശുദ്ധ അമ്മ ചെയ്തു തന്ന ഈ വലിയ ഉപകാരത്തിന് ഞാനും എൻ്റെ കുടുംബവും എന്നും അമ്മയോട് കടപ്പെട്ടിരിക്കും. അത്രയും വലിയ ഉപകാരമാണ് പരിശുദ്ധമ്മ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞത്. കാര്യം ഇന്ന് ഈ അൾത്താരയിൽ എൻ്റെ കൂടെ നിൽക്കുവാൻ ഈ മകൾ എൻ്റെ കൂടെ ഉണ്ടാകില്ലെന്ന് തന്നെയാണ് ഞങ്ങൾ അവൾ ICUവിൽ കിടന്ന അവസരത്തിൽ ഓർത്തത്. പക്ഷേ ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മയ്ക്ക് കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ഒരു കുടുംബത്തിന് ഒരു നിശ്ചിത തുക മരുന്നിനായി എല്ലാ മാസവും കൊടുത്തു പോകുന്നു. എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ, ഒത്തിരി കൊടുക്കാനില്ലെങ്കിലും ഞാനങ്ങനെ കൊടുത്ത് സഹായിക്കുന്നുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ വാങ്ങി കൂടുതലും അക്രൈസ്തവർക്കാണ് ഞാൻ കൊടുക്കുന്നത്. എനിക്ക് മാതാവ് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെല്ലാം ഞാൻ അവരോട് പറഞ്ഞുകൊണ്ടാണ് പത്രങ്ങൾ വിതരണം ചെയ്യുന്നത്. ആത്മീയ ജീവിതത്തിൽ ഞാൻ സ്ഥിരമായി കുടുംബ പ്രാർത്ഥന ചൊല്ലുകയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ സ്ഥിരമായി കുടുംബ പ്രാർത്ഥന ചൊല്ലുവാനും പ്രാർത്ഥിക്കുവാനും ബൈബിൾ വായിക്കുവാനുമൊക്കെ ഒത്തിരി ആഗ്രഹം തോന്നുന്നുണ്ട്. പരിശുദ്ധ അമ്മയ്ക്ക് കോടാനുകോടി നന്ദി.